പുതിയ ഹൈവേ ആണ്, ബട്ട് ഗൂഗിൾ മാപ്പിലില്ല. ആളെ ഒരു ഗിറ്റാറിസ്റ്റ് ആണ്. എന്തില്ലെങ്കിലും ഇവിടെ ചമ്മന്തി നൈസ. ഇതൊരു ലൈക്ക് വരമ്പാണ്. മൂസിന്റെ സമയത്തോടൊപ്പം നമ്മുടെ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ആദി. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ വന്നത് എന്താ വെച്ചാൽ നമ്മൾ ട്രിപ്പ് പോവാണ്. അതും നമ്മുടെ കയ്യിലുള്ള ചേതക്ക് 99 ഓൾഡ് മോഡൽ ചേതക്കുമായിട്ടാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത്. സോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതുവരെ ഉണ്ടായെന്ന് പറഞ്ഞാൽ മെയിൻ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ്. സോ ഇനി മുതൽ ഫുഡിൻ്റെ വീഡിയോസും വരും, അതേപോലെ തന്നെ നമ്മളെ ചേതക്കുമായിട്ടുള്ള ട്രിപ്പിൻ്റെ വീഡിയോസും വരും. സോ സമയം ഏകദേശം രാവിലെ 11 മണി. സോ നമ്മളിവിടുന്ന് ബാഗ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഫുഡ് വെച്ചിട്ട് വേണം ഇറങ്ങാൻ. സോ നമ്മളിപ്പോൾ ഉള്ളത് മൂസിനും ഉണ്ട്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ ഹൈവേന്ന്, അതായത് നമുക്ക് പറ്റുന്നിടത്തു നിന്നൊക്കെ നമ്മൾ ഇറങ്ങിയിട്ട് വീഡിയോ എടുത്തിട്ട് ഷൂട്ട് ചെയ്തിട്ടും. സോ ട്രിപ്പ് എങ്ങനെയാ വെച്ചാൽ എറണാകുളത്തേക്കാണ്. അത് ഇവിടുന്ന് വൺ സൈഡ് ഒരു 200 കിലോമീറ്റർ ഉണ്ട്, വൺ സൈഡ് 200 കിലോമീറ്റർ എറണാകുളത്തേക്ക് ഉണ്ട്. അതാണ് ട്രിപ്പ്. അതേമാതിരി 2 സൈഡ് 400, പിന്നെ അവിടെ നിന്നുള്ള കറക്കൊക്കെ 500 സംതിങ് കിലോമീറ്റേഴ്സ് ആവും. സോ ഓൾഡ് മോഡൽ ചേതക്കുമായിട്ട് പോകുന്ന വിശേഷങ്ങളും പിന്നെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മുടെ വ്ളോഗിലുണ്ടാവുക. അപ്പോൾ ഇനി ബാക്കി ഹൈവേന്ന് കാണാം. അപ്പോൾ നമ്മളെ ഫസ്റ്റ് വ്ളോഗാണ്. സോ നമ്മുടെ വ്ളോഗിൽ കുറേ തെറ്റുകുറ്റങ്ങളുണ്ടാവും. കാരണം ഫസ്റ്റായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന വ്ളോഗായതുകൊണ്ട് തന്നെ കുറേ തെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വ്ളോഗിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്യും. എല്ലാം സെറ്റ് ചെയ്തിട്ട് കിട്ടില്ല വ്ളോഗായിട്ട് നമ്മൾ ഇറക്കും. ഓക്കെ, തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, കാരണം ഫസ്റ്റ് ടൈം അല്ലേ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മീൻസ് ഇവിടെ സ്റ്റാർട്ടാക്കിയിട്ടില്ല, എന്താ വയ്യാന്നൊക്കെ പറയണ്ടേ, പിടിക്കും. അപ്പം നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ട് നേരെ ഒരേ പെടയിക്കാരം നേരെ നമ്മൾ വിടും. ഹായ് ഗായ്സ്, അപ്പോൾ ഇപ്പം നമ്മളുള്ളത് എന്താ എവിടെയാണ് സ്ഥലം അറിയൂല, ബട്ട് പുതിയ ഹൈവേ ആണ്, ഗൂഗിൾ മാപ്പിലില്ല. പുതിയ ഹൈവേ ആണ്, ബട്ട് ഗൂഗിൾ മാപ്പിലില്ല. ഇപ്പം നമ്മൾ എത്ര ഒരു 150 കിലോമീറ്ററോളം നമ്മളെ ഈ വണ്ടി ചേതക്ക് ഓടിച്ച് വന്നിട്ടുണ്ട്. സോ അപ്പോൾ ബാക്കെല്ലാം പോച്ച്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ സൈഡാക്കിയാണ്. മൂസനൊക്കെ ഉണ്ട് ഇവിടെ, ആളൊക്കെ തീർന്നുണ്ട്. ലൈക്ക് നമ്മൾ പറഞ്ഞോ ഈ പ്രകൃതി രമണി ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങി. ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ പ്ലാൻ കംപ്ലീറ്റ് നമ്മൾ ഒഴിവാക്കി, കാരണം ഇന്നത്തെ എത്തുമ്പോൾ നല്ലപോലെ ലേറ്റ് ആവും. അപ്പോൾ നമ്മളിന്ന് എന്താ ചെയ്യുക വെച്ചാൽ നേരെ ഇവിടുന്ന് പോയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ മെയിൻ ചങ്കിനെ ഷിപ്പിന് നമ്മൾ കാണും. പിന്നെ ആലുവ ഫ്രണ്ട് ഉണ്ട്, ഓളയും കാണാണ്ട്. കണ്ട് കഴിഞ്ഞിട്ട് നേരെ നമ്മളെ പെങ്ങളെ ഫ്ലാറ്റിൽ പോകും. എന്നിട്ട് അവിടെ ഉറങ്ങിയിട്ടായിരിക്കും നാളെ രാവിലെ നമ്മൾ കടമ്പക്കുടി പോകാൻ പ്ലാൻ ചെയ്യുന്നത്. ബട്ട് എണീച്ചാൽ പോകും, എണീച്ചില്ലെങ്കിൽ ഈവനിങ് ആണ് കടമ്പക്കുടി പോവുക. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും, കണ്ടോ 3 ആളുകൾ മീൻ പിടിക്കുന്നു. അതൊക്കെ ഞങ്ങളത് കണ്ട് രസിക്കുന്നു. അപ്പോൾ മുഖം കംപ്ലീറ്റ് ക്ഷീണമായിരിക്കും, ആകെ ടയേർഡായി പോയിട്ടുണ്ട്. പിന്നെ നേരെ ഓപ്പോസിറ്റ് ഒരു നല്ല വ്യൂ ഉണ്ട്, കാണിച്ചത കിട്ടില്ല മൂട്. ഈ ഹൈവേ ചേതക്കിൽ ഒരേ പെടപടച്ച കിട്ടില്ല മൂടേക്കും. നമുക്ക് ഏത് വണ്ടിയിൽ വരാൻ പറ്റും, ബട്ട് ഇതിൽ വരും, അതായത് 99 ചേതക്കിൽ വരുമ്പോൾ പ്രത്യേക ഫീലാണ്. ലൈക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഈ കളറും ഈ മോഡൽ കണ്ട ആരാണ് നോക്കാത്തത്. ഇനി മുതൽ എല്ലാ ട്രിപ്പിലും ഈ വണ്ടി ആയിരിക്കും ഉണ്ടാവുക. ഈ വണ്ടിക്ക് ഒരു സ്റ്റോർ ചെയ്യാനുണ്ട്. സോ അതുകൊണ്ട് വേറെ വ്ളോഗായിട്ട് തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു 10-20 മിനിറ്റ് നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് നേരെ പോകാനാണ് പ്ലാന്. ഇനിയിപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യും. പിന്നെ ഒന്നാമത് ഞാനിപ്പോൾ റണ്ണിങ്ങിൽ ഷോട്ട് എടുക്കാൻ എന്താ വെച്ചാൽ, കാരണം നമ്മൾ ഗോപ്രോ എന്താ പറയുക വെക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടെ ഗോപ്രോ മാത്രമേ കയ്യിലുള്ളൂ. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വ്ളോഗ് ഉണ്ടാവും, കാരണം ഈ ചാനലിൽ മെയിനായിട്ട് ഫുഡിൻ്റെതായിരുന്നു ഇതുവരെ. ഇനി ഫുഡിൻ്റെതും വരും, പിന്നെ അതേപോലെ തന്നെ ട്രിപ്പിൻ്റെതും വരും. സോ നമ്മൾ രണ്ടും ചെയ്യുന്നതാണ്, ഫുഡും ട്രിപ്പൊക്കെ ആയിട്ട് നമ്മളങ്ങനെ വ്ളോഗ് എടുപ്പിക്കുന്നതാണ്. സോ ഇനി അടുത്ത ട്രിപ്പ് എവിടേക്ക് പോകണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ വ്ളോഗിലായിരിക്കും, ഇനി വരുന്ന നാളത്തെ വ്ളോഗിലായിരിക്കും അടുത്ത മീൻസ് കൊച്ചിത്തെ മെയിൻ കാര്യങ്ങളും പിന്നെ അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ എന്താ പറയുക സ്പോട്ടും ചേതക്ക് കൊണ്ടുവരുന്ന റോഡ് പ്രസൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം. ഓക്കെ, ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എത്തുമ്പോൾ നമ്മളെന്തായാലും വീഡിയോ ഇടും. ഓക്കെ,
കിടിലൻ ചോറ്, കിടിലൻ മീൻ, ഞാനിതാ ഹോട്ടല് കിടിലൻ ചോറ്, കിടിലൻ മീൻ പൊരിച്ച്. അപ്പോൾ ബാക്കി കഴിച്ചിട്ട് ഗായ്സ്, അപ്പോൾ നമ്മൾ കഴിച്ച ഫുഡ് ഇവിടുന്ന് കഴിച്ച് കിടിലൻ ഫുഡാണ് ഗായ്സ്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത കിടിലൻ ചോറും മീൻ പൊരിച്ചൊക്കെ നൈസ് ഫുഡാട്ടോ. ഇതങ്ങനെ നമ്പർ ഇത് വിളിച്ചാൽ മതി. ലൊക്കേഷനൊക്കെ പറഞ്ഞത് നല്ല കിടിലൻ ഫുഡാണ് ഒരു കഴിച്ച് നൈസ് പൊളി, ഒന്നും പറയല്ല. കിടിലൻ ചമ്മന്തി, കിടിലൻ ചോറ്, കിടിലൻ കറി. ഓക്കെ ഹായ് ഗായ്സ്, നേരത്തെ പറഞ്ഞ നമ്മൾ ചെങ്ങനെ കാത്തിക്കാന്നുള്ളത് ഇതാണ്. ഇവിടെ ഷാനവാസ് ആള് ഒരു ഗിറ്റാറിസ്റ്റ് ആണ്. സോ നമ്മളിപ്പോൾ ഷാനവാസ് നാട്ടിലുള്ളത് വെളിമുക്കിൽ. അപ്പോൾ ഇനി ഇവനെ പറഞ്ഞിട്ട് വേണം നമുക്ക് നമ്മളെ യാത്രനെ കാത്തി തുടരാൻ. ഓക്കെ, ഇനി ബാക്കി വിശേഷം നമ്മളെ യാത്രകൾ പറയുന്നതാണ്. ഓക്കെ എത്തിയത് ചോട്ടത്തെ കാണാം. ഇപ്പോഴാണ് നമ്മളിപ്പോൾ കടമക്കുടി പാലത്തിൽ നേരെ കടമക്കുടി ഇങ്ങനെ ലൈക്ക് അവിടെ ഇറങ്ങുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ പോവുക. എന്നിട്ട് നേരെ എടപ്പള്ളിക്ക് ചാടി അവിടെ സ്റ്റേ ആയിരിക്കുന്ന പരിപാടിയാണ്. ഗായ്സ് ഇത് കണ്ടോ, കടമക്കുടിത്തെ വ്യൂ ആണ്. നൈറ്റാണ്, അപ്പോൾ എന്താ കറക്റ്റ് ക്ലിയർ കിട്ടൂല. നമ്മൾ രാവിലെ എന്തായാലും വരും. ലൈക്ക് പോകുന്നേക്ക് കയറിയാണ് ഇവിടെ. കണ്ടോ, ഇതൊരു ലൈക്ക് വരമ്പാണ്. അവിടെ കണ്ടോ ആ ലൈറ്റ് പോസ്റ്റിലെടുത്ത് അവിടെ നിന്ന് ഇങ്ങനെ നടന്നങ്ങനെ പോവാം. കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ഇവിടെ കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ ഇതിന് നടുവ് കൂടി പോവാം. ലൈക്ക് അപ്പുറത്തും കായലാണ് ഇപ്പുറത്തും കായലാണ്. സോ നമ്മൾ നടക്കാൻ നിൽക്കുകയാണ്. കണ്ടോ, ഇതാണ് നമ്മളെ പുലിക്കെട്ടി. ഇതുവരെ ഒരു കുഴപ്പവും ഇല്ലാണ്ട് തന്നെ ഇവിടെ വരെ എത്തിച്ച്. ലൈക്ക് കണ്ടോ, നമ്മളെ പുലിക്കുട്ടിയാണ് ഇവൻ. നമ്മളെ ട്രിപ്പിൽ മീനുണ്ടാവും. ഇതുവരെ അങ്ങനെ നമ്മളെ ചാമ്പിയിട്ടില്ല സത്യം പറഞ്ഞാൽ. സോ ഞങ്ങളിപ്പോൾ ഇവിടെ പെട്ട്, കാരണം ഇവിടുന്ന് മാപ്പില്ല. അതുകൊണ്ട് ഞങ്ങളിതാ ഇവിടെ നിന്നെടുക്കുകയാണ്. മീൻസ് മാപ്പിൽ വഴിയുണ്ട്, പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ അതിൽ ചാടേണ്ടി വരും. അപ്പോൾ നമുക്കെന്താ ഒന്ന് ചെങ്കാറും കൂടി വരണം. ചെങ്കാറിൽ വണ്ടി കയറ്റിയിട്ട് അപ്പുറത്ത് എത്തിച്ചിട്ട് അങ്ങനെ പോകണം. അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് വേറെ വഴി അങ്ങനെ പോവാം. കണ്ടോ, ഈ ഒരു ഏരിയയിൽ നമ്മൾ നാളെ രാവിലെ വരും. ഇവിടെ പിന്നെ നമ്മളെ കുമ്പളങ്ങി നൈറ്റ്സ് ഷൂട്ട് ചെയ്ത സ്ഥലങ്ങൾ, ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്യാണ്ട്. കണ്ടോ, ഈ മുതലിവിടെ കിടക്കുന്നുണ്ട്. ഇത് വേറെ മുതൽ ഇവിടെ കണ്ടോ. ഇവിടെ ഒരു എന്താ ഒരു പള്ളി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നൈറ്റിൽ എനിക്ക് എത്ര വ്യൂ ഉണ്ടെന്ന് അറിയില്ല. അത് അവിടെ ചെറിയ കഫേ ഉണ്ട്. ചെങ്കാറ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ സൗണ്ട് ചിലപ്പോൾ കേൾക്കാൻ മതി. കണ്ടോ, ഇങ്ങോട്ടേക്ക് ചാടിയ പിന്നെ തീർന്ന്. അത്രയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ അല്ല മൂസിനെ, ക്ഷീണുണ്ടോ? എങ്ങനെയുണ്ട് അവിടുന്ന് ഇത്രയും ലോകം വന്ന മുതലുണ്ട് നമുക്ക്? രാവിലെ കാണിച്ചു തരാം. അതെ, പിന്നെ നമുക്ക് എന്താ മെയിനായിട്ട് ഇതും കൊണ്ട് പോയപ്പോൾ നല്ലൊരു ഫീൽ നമുക്ക് കിട്ടിയത്. നോർമൽ വണ്ടിയായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഈ ട്രെയിനിൽ അല്ലെങ്കിൽ ബസ്സിൽ അതിനെക്കാട്ടിലും എത്രയോ ലൈക്ക് വെറൈറ്റി ഫീലാണ്. ജങ്കാറ് വരുന്നുണ്ട്. ഇനി ജങ്കാറിൽ കയറ്റിയിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ. ഓക്കെ കണ്ടോ, നമ്മളിതാ ഇവിടുന്ന് വണ്ടി കയറ്റി. വണ്ടി ഇവിടെ ഉണ്ട്, ഇവിടെയും കുറച്ച് ആൾക്കാരുണ്ട്. നമ്മളിപ്പോൾ ലുലുന്ന് ഇറങ്ങിയിട്ടിപ്പോൾ നമ്മളെ മാക്സ് സ്റ്റുഡിയോയിൽ ഇതിന് മുമ്പിൽ നിൽക്കുകയാണ്. ലൈക്ക് ഷിബിലും ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനെ കാണാണ്ട് പോകാൻ പറ്റിയില്ല, നമ്മളെ മെയിൻ ദോസ്താണല്ലോ. അപ്പോൾ അവൻ വരുന്നവരെ ഇപ്പോൾ പോസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ കണ്ടിട്ട് വേണമെങ്കിൽ നേരെ ഫുഡ് കഴിക്കാൻ പോകാൻ. മൂസിൻ്റെ സമയത്തോടൊപ്പം 10:27 നമ്മളിപ്പോൾ അടിവാരത്തുനിന്ന് ഇവിടെ എത്തിയത് ലൈക്ക് ഒരു 7 മണിയൊക്കെ ടൈമായി. ബട്ട് ഇപ്പോൾ നമ്മൾ ലുലുന്ന് ഒരു തിരക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിൽക്കുന്നത് 10 മണി 10. ഇനിയിപ്പോൾ അവൻ വന്ന് ഓനെയും കണ്ടിട്ട് വേണം പോകാൻ. അവൻ വരുന്നവരെ കാത്തിക്കാം. എന്റെ ഓരേ ഷിബിലി. അപ്പോൾ ഷിബിലിനെ കണ്ടു കിട്ടി. കൊച്ചിത്തെ മെയിന് മെയിൻ പുള്ളി.
ഉമ്മ സീനാണ് കേട്ടോ. അപ്പൊ സിബിലിനെ കണ്ട് ഇനി ഓലപ്പുറം കുറച്ചേരം നിക്കുക, എന്നിട്ട് വേണം നമുക്ക് പോകാന്. നമ്മളിതാ ചേർത്തേക്ക് നമുക്ക് ഇതിൽ പറയാനുണ്ടോ? വളരെ നല്ലത്. ഇത്രയും ദൂരം എന്നെ കാണാൻ വന്ന പൊന്നെ അൻഷാദിനും എൻ്റെ മൂസിൻ അവറുകൾക്കും എല്ലാം മിസ് ചെയ്യണ്ടോ? ഓക്കെ ഓക്കെ. ഇനി നമുക്ക് ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഫ്ലാറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ഇതാണ് ലൈക്ക് ഫ്ലാറ്റ്, ഇവിടെ കണ്ടോ നമ്മുടെ ഫ്ലാറ്റ്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. മൂസിൻ ബാക്കിൽ വരുന്നുണ്ട്. സോ ഇനി ജസ്റ്റ് അവിടെ കയറുക. അവിടെ 2 പിടിക്കുകളുണ്ട്, അവരെ കാണുക. മെയിൻ അതാണ് ഉദ്ദേശം. അവരെ കാണാൻ വേണ്ടി നമ്മൾ ഇത്രയും ദൂരം വന്ന് തന്നെ അവരെ കാണാം, പിന്നെ നമ്മളെ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാം. സോ ജസ്റ്റ് കയറി കാണാം. ഒരു ഫ്ലാറ്റിക്ക് വിളിക്കാം. ലൈക്ക് ഞാൻ ആദ്യം ഇവിടെ വരലുണ്ടായിരുന്നു. ഞാൻ ഇവിടെ എറണാകുളത്തായിരുന്നു വർക്ക് ചെയ്തത്. അങ്ങോട്ടേക്ക് വന്നാണ്. പിന്നെ ചെറുവളെ കാണാനൊരു പൂതി കാണാം. ഇതാണ് ഒരു ഫ്ലാറ്റ്. നമുക്ക് ഇതാണ് നമ്മളെ ആദി. ഓക്കെ, ഹായ് പറഞ്ഞോ ഹായ്. ഇതാണ് നമ്മളെ ആദി. ആദിയെ നമ്മളെ നല്ല മോൻ ലാദിയ. പറയേ ഇതില് പറയേ. ഹായ്. എനിക്കൊന്നും പറയാല്ല. ഇതാർത്തല്ലാനാ വടി കറക്കി അങ്ങനല്ല മറ്റേ മാതിരി ടിവിന്റെ അച്ഛനല്ലേ. നീ പാട്ടാടില്ല അടക്കും വടി അടക്കും പാട്ട് വാ അങ്ങോട്ട് ഡാൻസ് കളിക്ക്. വാ ആദ്യ എവിടെ അറേ എന്റെ നാടാണ്ടോ ഭയങ്കര നാടൻ കൂടി ഞാൻ കണ്ടോ. എനിക്ക് സ്വന്തം യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലേ. ഫൈനോട്ടെ അപ്പൊ തുടങ്ങാം അല്ലേ. എന്ത് നാടൻ കൂടി ഇങ്ങോട്ട് വാ. അവിടെ നിൽക്കും. എന്താണ് നാടൻ കൂടി മടിയാ? ക്യാമറ ഉണ്ടാ മടിയാ? പിന്നെ അപ്പോൾ ഏതായാലും ഞാനും ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ കിടന്നുറങ്ങാം അല്ലേ. ഇപ്പം ഇവർക്ക് നാളെ മാച്ച് ഉണ്ട്. അപ്പോൾ ആദ്യം പോയി കിടന്നുറങ്ങും. ഞാനും മൂസിൻ്റെ ഉറങ്ങാൻ പോവാണ്. ഇനിയിപ്പോൾ നാളെ എണീക്കാന്നുണ്ടെങ്കിൽ രാവിലെ നമ്മൾ വ്ളോഗ് ഇടും. ലൈക്ക് രാവിലെ തന്നെ നമുക്ക് കടമ്പക്കൂടി പോകണം. അല്ലാന്നുണ്ടെങ്കിൽ ഈവനിങ് ആയിരിക്കും. ഇതുണ്ടോ ഉറങ്ങാനായിട്ട് അടിച്ചത് നല്ല കുട്ടിയായിരുന്നാ അടിച്ചായിരുന്നല്ലേ. ഇങ്ങനത്തെ ഒരു മോളെ എവിടെയെങ്കിലും കിട്ടുമോ? ഞാൻ ഫാൻ ഇതാകണ്ടോ, ഫാൻ ഓഫ് ആക്കാൻ പറയാ. ചൂടാ വെറുതെ. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ അടുത്ത വ്ളോഗ് കാണാം. ഓക്കെ, ബൈ.